ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഡിജിറ്റൽ ലോജിക്കിൻ്റെ ഒരു പ്രധാന ഭാഗമായ ഫുൾ ആഡേഴ്സ് എന്തെന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നു. ഡിജിറ്റൽ സർക്യൂട്ട്സിൽ സങ്കീർണമായ ഗണിതത്തിന് ഉപയോഗിക്കുന്നതിനാൽ ഫുൾ ആഡേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ്. ഫുൾ ആഡേഴ്സുകളെക്കുറിച്ച് അവയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമെന്നും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: 2 ഹാഫ് ആഡേഴ്സ് കൊണ്ട് ഒരു ഫുൾ ആഡർ സർക്യൂട്ട് നിർമ്മിക്കലും ഐസികൾ ഉപയോഗിച്ച് ട്രൂത്ത് ടേബിൾസ് പരിശോധിക്കലും. ഒരു ഫുൾ ആഡർ സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടൽ. നമുക്ക് ഇനി പറയുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഒരെണ്ണം, പ്രോബ്സ് ഉള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, ട്വീസർ ഒരെണ്ണം. നമുക്ക് താഴെ പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്. IC 7400 ഒരെണ്ണം, IC 7486 ഒരെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്. ICയ്ക്കു വേണ്ടി ഡാറ്റ ഷീറ്റ്. എന്താണ് ഒരു ഫുൾ ആഡറിന്റെ ആശയമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഡിജിറ്റൽ ലോജിക് സിസ്റ്റങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഫുൾ ആഡർ സർക്യൂട്ട്. 3 ബൈനറി അക്കങ്ങൾ സങ്കലനം ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2 ഇൻപുട്ട് ബിറ്റുകളും AB ഒരു ക്യാരി ഇൻ ബിറ്റും. ഹാഫ് ആഡർ സർക്യൂട്ടിൽ നിർമ്മിക്കുന്ന ക്യാരി ഇൻ പരിഗണിച്ച് ഒന്നിലധികം ബിറ്റുകൾ സങ്കലനം ചെയ്യാൻ അനുവദിക്കുന്നു. നിങ്ങൾ ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് 2 ഫലങ്ങൾ നൽകുന്നു: ഒരു സം ബിറ്റ് S, ഒരു ക്യാരി ഔട്ട് ബിറ്റ് Cout. 3 ഇൻപുട്ടുകൾ ബിറ്റുകൾ സങ്കലനം ചെയ്യുന്നതിന്റെ ഫലം സം ബിറ്റ് കാണിക്കുന്നു. കൂടാതെ സങ്കലനത്തിലുണ്ടായ ക്യാരിയെക്കുറിച്ച് ക്യാരി ഔട്ട് ബിറ്റ് നിങ്ങളോട് പറയുന്നു. ഒരു ശ്രേണിയിൽ നിരവധി ഫുൾ ആഡേഴ്സ് കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബൈനറി നമ്പറുകളിൽ കൃത്യതയോടെ സങ്കീർണമായ ഗണിത പ്രവർത്തനങ്ങൾ നടത്താം. ഫുൾ ആഡറിന്റെ ഔട്ട്പുട്ട് സമവാക്യങ്ങൾ ഇവയാണ്. ട്രൂത്ത് ടേബിളിൽ നോക്കുമ്പോൾ ഇൻപുട്ട് Cin, ഹാഫ് ആഡറിന്റെ സം ഔട്ട്പുട്ട് എന്നിവ ഉൾപ്പെടുന്ന XOR ഓപ്പറേഷനിൽ നിന്നുള്ള സം ഔട്ട്പുട്ട് S, ഫലങ്ങൾ B, A എന്നിവയുടെ ഇൻപുട്ടുകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 3 ഇൻപുട്ടുകളിൽ 2 എണ്ണമെങ്കിലും ഹൈ ആയി സെറ്റ് ചെയ്യുമ്പോഴാണ് ക്യാരി ഔട്ട് ട്രൂ മാത്രമായിരിക്കുക. ഇനി നമുക്ക് 2 ഹാഫ് ആഡേഴ്സ് ഉപയോഗിച്ച് ഫുൾ ആഡർ സർക്യൂട്ട് നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അവയാണ്: സ്റ്റെപ്പ് 1, കോമ്പോണന്റുകൾ പരിശോധിച്ച് ബ്രെഡ് ബോർഡ് സെറ്റപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 2, IC പവർ പിന്നുകൾ +5 വോൾട്ട് ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3, വ്യത്യസ്ത ലെവലിലുള്ള ഇൻപുട്ട് ലഭിക്കാനായി സ്വിച്ചുകൾ അറ്റാച്ച് ചെയ്യുക. സ്റ്റെപ്പ് 4, ഐസികളുടെ ഔട്ട്പുട്ടുകളും ഒരു LED-യുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5, സ്വിച്ചുകൾ ടോഗിൾ ചെയ്ത സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 6, റീഡിംഗുകൾ നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഓരോന്നും വിശദമായി നോക്കാം. തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യമായ കോമ്പോണന്റുകളെല്ലാം ശേഖരിക്കുകയും അവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിൽ 7400, 7486 ഐസികളും ഡിജിറ്റൽ ട്രെയിനർ കിറ്റ്, ബ്രെഡ് ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവ ഉൾപ്പെടുന്നു. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 2 ഐസികളും ബ്രെഡ് ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. റെഫറൻസിനായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. +5 വോൾട്ട് പവർ സപ്ലൈ ബ്രെഡ് ബോർഡ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. അടുത്തതായി 2 ഐസികളുടെയും പിൻ 14+5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് ട്രെയിനർ കിറ്റിന്റെ ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. അതിനുശേഷം സുനിശ്ചിതമാക്കുക പിൻ നമ്പർ 7 2 ഐസിയുമായി കണക്റ്റഡ് ആണെന്ന്. ഇൻപുട്ടുകളിലേക്ക് നീങ്ങുമ്പോൾ ടോഗിൾ സ്വിച്ച് S1 IC 7486ന്റെ പിൻ നമ്പർ 1നോടും
ഇൻപുട്ട് എയുമായി യോജിക്കുന്ന IC 7400ന്റെ പിൻ നമ്പർ 5നോടും കണക്ട് ചെയ്യുക. ഇൻപുട്ട് ബിയുമായി യോജിക്കുന്ന 7486 ICയുടെ പിൻ നമ്പർ 2നോടും ICയുടെ പിൻ നമ്പർ സ്വിച്ച് S2നോട് കണക്ട് ചെയ്യുക. ICയുടെ പിൻ നമ്പർ 5നോടും Cin ഇൻപുട്ടിനോട് യോജിക്കുന്ന ICയുടെ രണ്ടാമത്തെ പിന്നിനോടും സ്വിച്ച് S3 കണക്ട് ചെയ്യുക. IC 7486ന്റെ പിൻ നമ്പർ 3നോടും IC 7486ന്റെ പിൻ നമ്പർ 4നോടും IC 7400ന്റെ പിൻ 1നോടും പരസ്പരം കണക്ട് ചെയ്യുക. 7400 ICയുടെ ഔട്ട്പുട്ടുകൾ പിൻ നമ്പർ 6ൽ നിന്ന് അതേ ICയുടെ പിൻ നമ്പർ 10ലേക്കും അതേ ICയുടെ പിൻ നമ്പർ 3ൽ നിന്നും പിൻ നമ്പർ 9ലേക്കും ഇൻപുട്ടുകളായി ഫീഡ് ചെയ്യുക. IC 7486ന്റെ പിൻ നമ്പർ 6ൽ നിന്ന് അന്തിമ സം ഔട്ട്പുട്ടും 7400 ICയുടെ പിൻ നമ്പർ 8ൽ നിന്ന് ക്യാരി ഔട്ട്പുട്ടും ലഭിക്കുന്നു. ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾ പരിശോധിക്കുന്ന ലോജിക് ലെവലുകൾക്കനുസരിച്ച് സ്വിച്ചുകൾക്ക് 5 വോൾട്ട്, ഒരു ലോജിക് ഹൈ, ലോജിക് ലോ എന്നിവയ്ക്കിടയിൽ ടോഗിൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. ഫുൾ ആഡർ സർക്യൂട്ടിന്റെ ഫലം വ്യക്തമായി കാണാൻ ഇത് സഹായിക്കും. നിങ്ങൾ പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് അസംബിൾ ചെയ്ത ഗേറ്റ് സർക്യൂട്ട് പരിശോധിക്കുക. എല്ലാം പരിശോധിച്ച് 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2, S3 എന്നിവ പ്രവർത്തിപ്പിച്ച് ടെസ്റ്റ് ആരംഭിക്കുക. കോമ്പിനേഷനുകളുടെ ഓരോ സ്റ്റെപ്പിനും LEDകളുടെ നില നിരീക്ഷിക്കുക. ഔട്ട്പുട്ട് ലെവലുകൾ സൂചിപ്പിക്കാൻ അത് ഓണോ ഓഫോ ആയിരിക്കണം. ഇൻപുട്ടുകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരിശോധിക്കുക. A, B, Cin. എല്ലാ കോമ്പിനേഷനുകളും പരിശോധിക്കുന്നതിനായി S1, S2, S3 എന്നീ സ്വിച്ചുകൾ ഹൈ, ലോ അവസ്ഥകൾക്കിടയിൽ ടോഗിൾ ചെയ്യുക. സ്വിച്ച് S1 ലോ, സ്വിച്ച് S2 ലോ ആയും സ്വിച്ച് S3 ലോ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓഫും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1 ലോ ആയും സ്വിച്ച് S2 ലോ ആയും സ്വിച്ച് S3 ഹൈ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓണും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1 ലോ ആയും സ്വിച്ച് S2 ഹൈ ആയും സ്വിച്ച് S3 ലോ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓണും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1 ലോ ആയും സ്വിച്ച് S2 ഹൈ ആയും സ്വിച്ച് S3 ഹൈ ആയും സെറ്റ് ചെയ്യുമ്പോൾ സം ഔട്ട്പുട്ട് LED ഓഫും ക്യാരി LED ഓണും ആയിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയും സ്വിച്ച് S2 ലോ ആയും സ്വിച്ച് S3 ലോ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓണും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയും സ്വിച്ച് S2 ലോ ആയും സ്വിച്ച് S3 ഹൈ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓഫും ക്യാരി LED ഓണും ആയിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയും സ്വിച്ച് S2 ഹൈ ആയും സ്വിച്ച് S3 ലോ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓഫും ക്യാരി LED ഓണും ആയിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയും സ്വിച്ച് S2 ഹൈ ആയും സ്വിച്ച് S3 ഹൈ ആയും സെറ്റ് ചെയ്യുമ്പോൾ തുകയുടെ ഔട്ട്പുട്ട് LED ഓണും ക്യാരി LED ഓണും ആയിരിക്കണം. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ചത് 2 ഹാഫ് ആഡേഴ്സ് കൊണ്ട് ഒരു ഫുൾ ആഡർ സർക്യൂട്ട് നിർമ്മിക്കാനും ICകൾ ഉപയോഗിച്ച് ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കാനും ഒരു ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ പ്രവർത്തന പരിചയപ്പെടാം. ഈ സെഷൻ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.